ലത രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സും റാഗിയും കൂടി കൊണ്ടുള്ള ദോശയും പിന്നെ ഷെസ്വാൻ ചട്നി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഷെസ്വാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 15 കാശ്മീരി മുളകും ഒരു 10 ഡ്രൈ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതൊന്ന് മാറ്റി എടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരയ്ക്കാം. അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വതക്കി കൊടുക്കാം. ഇനി അതതിന് ശേഷം അത് മുളക് തണുത്തതിന് ശേഷം ഞാനതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിൽ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് മിക്സായതിന് ശേഷം അതിൽ എണ്ണ മുഴുവൻ പിടിച്ചതിന് ശേഷം എണ്ണ അതിൽ നിന്നിങ്ങനെ ഊറി വരും, കണ്ടോ? അപ്പോൾ അതുവരെ അതൊരു ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം പെപ്പർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പെപ്പർ ഇട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതെല്ലാം ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്നും കൂടി ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അത് തിളച്ച് അത് നല്ലപോലെ ആയി. ഇപ്പോൾ അത് കണ്ടോ, എണ്ണയൊക്കെ നല്ലപോലെ ഊറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതൊരു കുപ്പിയുടെ അടുത്തതായിട്ട് ഞാൻ ദോശ, ഒരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ഓട്സ്, റോൾഡ് ഓട്സ് എടുത്ത് മിക്സിയിൽ നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. റാഗി ഞാൻ 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ അത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഫുൾ റാഗി ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. റാഗി ആണെങ്കിൽ അതൊരു 1/2 കപ്പ് എടുത്താൽ മതി റാഗി പൗഡർ. 1 കപ്പ് ഓട്സിന് ഒരു 1/2 കപ്പ് റാഗി പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിലെ ആ തൊലിയൊക്കെ അതിന്ന് നമുക്ക് മാറ്റിയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ അതിലെ ബാക്കി പൊടിയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ല പോലെ ഇതുപോലെ ഒന്നുകൂടി നമുക്ക് തരിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റാഗി അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനിയും അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ അതിൻ്റെ തൊലി പോവാനുണ്ടാവും. അപ്പോൾ അത് അരിച്ചതിന് ശേഷം ആ
ഫുൾ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഈ പൊടി ഫുള്ളും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് ഇതിൽ അത്രയും സാധാരണ രീതിയിൽ 3-4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. ഇതിപ്പോൾ റാഗിയുടെ ഇതായതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ അത് മിക്സ് ചെയ്യാം. ഇനി ഒരു സവാള എടുത്തതിന് ശേഷം ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കാണ്, അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ അതിലേക്ക് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു 2-3 പട്ട, മറ്റേ ഇല കറിവേപ്പില എടുത്തിട്ട് അതും ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് നമുക്ക് അതൊന്ന് അതിലൊരു നിങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇതുപോലെ ഇത് ഈ സവാളയും ഇതൊക്കെ ചെറുതാക്കി, പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിയാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. അപ്പം ഞാൻ എപ്പോഴും ഇതിലാണ് സവാളയൊക്കെ അരിയാൻ എടുക്കാറ്. ഇപ്പോൾ ഇത് ഇതാക്കിയതിന് ശേഷം അത് കണ്ട ചെറുതാക്കി അതിനി റാഗിയും ഓട്സൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇലയാണ് ചേർക്കാൻ പോകുന്നത്. അതായത് മുരിങ്ങയുടെ ഇല നമ്മൾക്ക് BPക്കും വയറിനൊക്കെ നല്ല ഇതാണ് മുരിങ്ങയുടെ ഇല ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്, ഓട്സും റാഗിയും കൂടിയുള്ള. അപ്പോൾ ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോഴേ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് അല്പം ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ കിട്ടും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു മുട്ട ചേർത്തിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധിക ദിവസം രാവിലെ ഞാൻ ഇതുപോലെ ചില ദിവസം മുട്ട ചേർത്തുണ്ടാക്കും, ചില ദിവസം മുട്ട ഇല്ലാത്തത് ഉണ്ടാക്കും. ഈ ദോശയാണ് ഇവിടെ അധിക ദിവസവും ഞാൻ ഉണ്ടാക്കി കഴിക്കാറ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മുട്ടയിലേക്ക് നമുക്ക് 1-2 കയ്യിൽ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ദോശക്കല്ലിലേക്ക് ഈ ദോശ ഉണ്ടാക്കുന്ന പാനിലേക്ക് അത് ചൂടാവുന്ന സമയത്ത് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പം മുട്ട ചേർത്തിട്ടുള്ള ദോശ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശ മാവ് ഒഴിച്ചു കൊടുത്ത് അത് മുട്ട ചേർത്തത് എന്താ വളരെ എളുപ്പത്തിൽ നമുക്ക് മറിച്ചിടാനൊക്കെ കിട്ടും. അതിൽ കല്ലിൽ പിടിക്കുകയൊന്നുമില്ല, വളരെ നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇത് വെയിറ്റ് ലോസിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.